എത്ര നേരമായി സ്കൂളൊന്നും വിടുന്നില്ലല്ലോ. മമ്മിയാണ് എന്നോട് നേരത്തെ എത്താൻ പറഞ്ഞതാ. എനിക്കിന്ന് മാമന്റെ വീട്ടിൽ പോണം. മാമന്റെ വീട്ടിലോ? അതെന്തിനാ? അതെ, എന്റെ മാമൻ നാളെ UK പോവാ. അപ്പൊ കുറെ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അതിനാ. അപ്പൊ പിന്നെ ഏതെങ്കിലും പൊട്ടക്കടയിൽ പോയിട്ട് വല്ല സാധനം വാങ്ങിക്കാനായിരിക്കും. അത് ശരിയാ. പിങ്കി, നീ അവര് പറയുന്നത് കേട്ടോ? അവര് പറഞ്ഞത് ഞാൻ കേട്ടു. ഇവളുമാർക്കേ ഈയിടെയായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഞാൻ തീർത്തു കൊടുത്തോളാം. നീയേ ഒന്ന് വെയിറ്റ് ചെയ്യേ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഗുഡ് ഈവനിങ്. എല്ലാരും ഇരിക്കേ. എന്താ എല്ലാരും അന്തം വിട്ട് നിൽക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് എടുക്ക്. എത്ര ടീച്ചറെ, ഇതിപ്പോ ലാസ്റ്റത്തെ പീരീഡ് അല്ലേ, പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. നിങ്ങളിപ്പോ ക്ലാസ് എടുക്കണ്ടല്ലോ. അത് ശരി, ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ അബു. എനിക്ക് ക്ലാസ് കേൾക്കണ്ടെങ്കിലേ നീ പുറത്തോട്ട് പോക്കോ. എത്ര ടീച്ചറെ തമാശ വിളിച്ചല്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. വേഗം ബുക്ക് എടുക്കെല്ലാരും. ഈ ടീച്ചറോട് എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്നോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ ടീച്ചറോട് വെറുതെ ചോദിച്ചാൽ പോണ്ടാന്നേ. അപ്പൊ എനിക്ക് പറഞ്ഞപ്പോ കേൾക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അനുഭവിച്ചോളൂ. റബ്ബേ, ഞാനാണെങ്കിൽ ബാഗൊക്കെ എല്ലാ ബുക്കും വെച്ചും ചെയ്തു. ഇനിയിപ്പോ വായിച്ചു എടുക്കണം. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ബുക്കും കൂടി കൊണ്ടല്ലോ. ആ ഒരു നോട്ട് ബുക്ക് ആയിട്ടല്ലേ സ്കൂൾക്ക് വരല്ലേ. എന്നാലും ഇപ്പൊ ആ നോട്ട് ബുക്ക് വേണ്ട വേഗം എടുക്കുക. എല്ലാവരും പേജ് നമ്പർ 10 എടുക്കൂ. അബു, ആ കവിത ഒന്ന് ചൊല്ലിക്കേ. കവിത? ഞാനോ? വിഷ്ണു, എന്റെ അടുത്ത് ബുക്ക് ഇല്ലടാ. എന്റെ ബുക്ക് ഒന്ന് കൊണ്ടേ. അപ്പൊ പിന്നെ എനിക്ക് ബുക്ക് വേണ്ടേ? എടാ, അത് തൽക്കാലം എന്റെ നോട്ട് ബുക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. ടീച്ചറെ അല്ലെങ്കിൽ എനിക്ക് തല്ലിട്ടു. എന്താ അബു അവിടെ പെറുപെറുത്തോണ്ടിരിക്കുന്നേ? വേഗം ബുക്ക് എടുക്ക്. എന്താ ഞാൻ ഇപ്പൊ ചൊല്ലാം. വിഷ്ണു, ഏത് പാട്ടാണ് ടീച്ചർ പാടാൻ പറഞ്ഞത്? എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞോണ്ടടാ. ടീച്ചറെ, എന്തോ അനൗൺസ്മെന്റ് ഉണ്ട്. എല്ലാരും മിണ്ടാതിരിക്കേ. ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ സ്കൂളിൽ നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. നാളെ ഇവിടെ ബിരിയാണി കൊടുക്കണ്ട. മിണ്ടാതിരിയടാ അബു. വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ഫുട്ബോൾ പ്രേമികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഫുട്ബോൾ ഫിസ്റ്റ 2026 നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ എല്ലാ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമിന്റെയോ രാജ്യത്തിന്റെയോ ജേഴ്സി ധരിച്ച് വരാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികൾക്കായി ആവേശകരമായ മിനി ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നതാണ്. കൂടാതെ വ്യക്തിഗത കഴിവ് തെളിയിക്കുന്നതിനായി പെനാൽറ്റി ഷൂട്ടൌട്ട് ചലഞ്ചും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കായിക മത്സരങ്ങളുടെ യഥാർത്ഥ സ്പിരിറ്റായ സൗഹൃദവും അച്ചടക്കവും കാത്തുസൂക്ഷിച്ച് പരിപാടിയിൽ പങ്കെടുക്കണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സൈലൻസ്. ഇപ്പൊ കേട്ടല്ലോ എല്ലാരും. നാളെ കൃത്യസമയത്ത് എല്ലാവരും എത്തിച്ചേരണേ. പിന്നെ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ നൽകും. കേട്ടല്ലോ ടീച്ചറെ? അപ്പൊ നമുക്ക് തന്നെ പോയി ജേഴ്സി വാങ്ങട്ടാ. പിന്നല്ലാതെ അത് നമ്മൾ മറക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടാ? ഇത് ശരി. അപ്പൊ എല്ലാരും ഉഷാറായിക്കണല്ല. അത് പിന്നെ നമ്മുടെ മെസ്സിന്റെ ജേഴ്സി അങ്ങോട്ട് മേത്ത് കയറിയാല് നമ്മളൊക്കെ സെറ്റ് ആവൂലേ? എവിടെ പിങ്കിക്കുട്ടി? അവള് പേടിച്ച് ഓടിനാ തോന്നുന്നുണ്ട്. ഇത് ശരിയാ, അവളെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല. അത് പിന്നെ ഈ നീലപ്പടന്റെ മുന്നിലേ പിടിച്ചിക്കാൻ ഓക്കൊന്നും കഴിയൂല. പിടിച്ച് നാട് വിട്ടോന്നാവാം പാവങ്ങള്. നാട് വിട്ട് പോവാനേ ഞങ്ങളെ മഞ്ഞപ്പടയെ കിട്ടില്ല. എന്താടാ എല്ലാരും വായും പിടിച്ച് നോക്കി നിക്കുന്നേ? ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാരും പേടിച്ചോ? എന്താ തന്നെ അറിഞ്ഞൂടെ? ഒക്കെ പേടിച്ചു പോയെന്നേ. പിന്നെ നിങ്ങൾ രണ്ട് പൂട്ടാളെ കണ്ട് ഞാൻ പേടിച്ചാനേ ഞങ്ങൾ നെയ്മറും ടീമല്ല. ഒന്ന് പോടാ നീ ചിലക്കാതെ. നീ ഗ്രൗണ്ടിൽ ഇറങ്ങടാ. ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇറങ്ങാൻ പോണ്ടത്, അല്ലാതെ ചാണക കുഴിക്കല്ല. എന്താ നിങ്ങളെ കൂടുതലെ തലവത്തി മിണ്ടാതിരിക്കുന്നേ? എന്താടി ചിഞ്ചു, നിന്റെ നാവിറങ്ങിപ്പോയോ? നീയൊക്കെ നോക്കിയിരുന്നോടി. ഈ കപ്പേ ഇന്ന് ഞങ്ങൾ അർജന്റീനയ്ക്ക് അങ്ങ് കൊണ്ടുപോകും. മെസ്സി മുത്തമിട്ട പോലെ ഞാൻ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ മുത്തമിടും. ഓ പിന്നെ നീ മുത്തമിടുന്നതേ കപ്പിലായിരിക്കില്ല, ദേ ആ പുല്ലിലായിരിക്കും. ബ്രസീലിന്റെ മഞ്ഞപ്പട വരുന്നത് കണ്ടോ നീ? കഴിഞ്ഞ പ്രാവശ്യം ബോൾ വന്നപ്പോ തന്നെ പേടിച്ച് തൂറിപ്പോയച്ചാ ഓടിയിടുന്നേ. പിന്നെ ഇജി ഈ വണക്കക്കോലും കൂടി അപ്പൊ ഫുട്ബോൾ കളിച്ചാൻ പോണ്ടത്. ഈ എന്താണ് വിചാരിച്ചേ? ഞങ്ങളുടെ ടീമിൽ ഞാൻ ഇവള് മാത്രമേ ഉള്ളൂന്നാ? ഞങ്ങളെ പുതിയ ആളുകളൊക്കെ അതെ അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. ആ ഹൃത്തിക്ക് പൊട്ടനല്ലേ ഏതായാലും. ഓനെ നിങ്ങളെ പോസ്റ്റിക്ക് തന്നെ ഗോൾ അടിച്ചാതെ നോക്കിക്കോ. അബു, നിന്റെ സംസാരം മതിരി വിടുന്നുണ്ട് കേട്ടോ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കറിയില്ല. എന്റെ മമ്മി ഇത് അറിഞ്ഞാലുണ്ടല്ലോ. പിന്നെ എന്റെ മമ്മി ഇങ്ങോട്ട് അറിഞ്ഞാൽ എന്റെ മൂക്കൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റും. ഒന്ന് പോടിയിടുന്നേ. ഇന്നേ എന്റെ മമ്മിയും വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളും അമ്മമാര് മാത്രല്ല, ഞങ്ങളെ അമ്മമാരും ഇവിടെ വരുന്നുണ്ട്. എല്ലാരും തീരുമാനിക്കട്ടെ ആരുടെ കളിയാ ബെറ്റർ എന്ന്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. സ്കൂൾ ഗ്രൗണ്ടിലെ പുൽമൈതാനിയിൽ ഇന്ന് നടക്കുന്നത് ലോക മഹായുദ്ധമാണ്. ഒരു വശത്ത് നീലപ്പടയുമായി അബു ഗ്യാങ്, മറുവശത്ത് മഞ്ഞക്കുപ്പായമിട്ട് പിങ്കി ഗ്യാങ്. കളി കാണാൻ വരുന്നവർ ദയവായി ഗ്രൗണ്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. എല്ലാ ടീം മെമ്പേഴ്സും ഗ്രൗണ്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാം. എല്ലാവരും നന്നായിട്ട് കളിക്കാൻ നോക്കണം, കേട്ടല്ലോ? ഓൽക്ക് ഗോൾ അടിച്ചാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഒരു കാരണവശാലും അവരെ ഗോൾ അടിക്കാൻ സമ്മതിക്കരുത്, കേട്ടല്ലോ? ആ കാര്യം ഞാൻ ഏറ്റു. നമ്മൾ എല്ലാവരും കൂടി ടീം വർക്കായിട്ട് ചെയ്താലേ ഇതെല്ലാം മുന്നോട്ട് പോകത്തുള്ളൂ. എന്തായാലും ഈ കളി നമ്മൾ ജയിച്ചിരിക്കും. നമ്മുടെ വാശിയേറിയ മിനി ഫുട്ബോൾ മാച്ച് ഇതാ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ്.
ആ ബോൾ ഇങ്ങോട്ട് താടി. പിന്നെ നീ ചോദിക്കുമ്പോ അങ്ങോട്ട് എടുത്ത് തരാൻ നിൽക്കുക ഞാൻ. ഓക്കെ, കിട്ടുമെങ്കിൽ എടുത്തോടി. ഡീ നിന്നെ ഞാൻ പാസ്. ഇനി മണ്ടി, നീ എന്താ നോക്കി നിൽക്കുന്നേ? അവന്റെ അടുത്തുനിന്ന് ബോൾ തട്ട്. ബോൾ എങ്ങനെ തട്ടുക? ബോൾ നിന്റെ മോന്ത കൊണ്ട് അടിക്കടി. ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്റെ ടീമിലുള്ളത്. യോ ആവു ഇപ്പൊ ഒരു ഗോളാക്കും. എന്താണ് പിങ്കി നീ അന്തം വിട്ട് നിൽക്കുന്നേ? ഉണ്ടല്ലേ നിന്റെ പോസ്റ്റിലോട്ട് ഗോൾ കയറിയേ? നീയേ ഇത്രയ്ക്ക് അഹങ്കരിക്കൊന്നും വേണ്ട. നിനക്കുള്ളതേ ഞാൻ വഴിയെ കാണിച്ചു തരാടി. ഈ പകുതിയല്ലേ ആയുള്ളൂ, ഇനിയും ഉണ്ടല്ലോ. അതിനെ ഇത് മിനി ഫുട്ബോൾ മാച്ചാ കേട്ടോ. കളിയുടെ സമയം ഇപ്പൊ തീരും. വിരലിൽ എണ്ണിക്കോടി. ഈ ഹാഫ് ടൈം കഴിഞ്ഞാല് ഞങ്ങളായിരിക്കും ഗോൾ അടിക്കാൻ പോകുന്നേ. പിന്നെ കാണാം. എന്തായാലും നിന്റെ കോൺഫിഡൻസ് കൊള്ളാം. കുറെ മണ്ടന്മാരെയും കൂട്ടി കളിക്കാൻ വന്നിട്ട് ഗോൾ അടിക്കത്രേ ഗോള്. ഇത് പോടി അവിടുന്ന്. നിന്റെ ഈ ചിരി കാണുമ്പോഴേ എനിക്ക് നിന്റെ മോന്തടിക്കട്ടൊന്ന് തരാൻ തോന്നുന്നുണ്ട്. ഓ എന്നാ താ. അതെനിക്കറിയാം. ഞാനിപ്പോ നിന്നെ തൊട്ടാലേ എനിക്ക് മഞ്ഞക്കാട് കിട്ടും. അതിനുള്ള കളിയല്ലേടി. ആഹാ, അപ്പൊ കളിയുടെ റൂൾസ് ഒക്കെ കുറച്ചൊക്കെ അറിയാല്ലേ? ഒരുങ്ങി ഇരുന്നോടി, ഞങ്ങളുടെ മഞ്ഞപ്പട ഇപ്പൊ റെഡിയാവും. ഓ ശരി. 5 മിനിറ്റ് ഹാഫ് ടൈമാണ്. ഇങ്ങനെ ഒരു മണ്ടൻ ടീമിനാണല്ലോ എനിക്ക് കിട്ടിയത്. അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നിന്നെയും കൂട്ടിയിട്ടാ പറഞ്ഞേ. ഞാനും നിന്നെയും കൂട്ടിയാ പറഞ്ഞേ. ഡാ ഹൃത്തിക്, നീ എന്താ പറഞ്ഞേ? എന്താടി നീ എന്നെ മെക്കെട്ട് കാരണമെന്ന് വിചാരിക്കണ്ട. നിങ്ങളിങ്ങനെ പരസ്പരം തല്ലുകൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ആദ്യം നോക്ക്. ഈ ഹാഫ് ടൈം കഴിഞ്ഞാൽ പിന്നെ ആകെ 15 മിനിറ്റേ കളിയുള്ളൂ. അതെ, അതിന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം. പിന്നെ ജയിപ്പിക്കാൻ നിൽക്കുന്ന ഒരാള് നീ ഇത്രയും പൊക്കമില്ലെന്ന് കരുതിയാ നിന്നെ ഗോളിയാക്കി നിർത്തിയേ. അപ്പൊ അവര് ഗോൾ അടിച്ചത് കണ്ടില്ലേ? മണ്ടൻ അബു ഗോൾ അടിച്ചപ്പോ നീ എങ്ങോട്ട് നോക്കി ഇരിക്കായിരുന്നു? പിന്നെ ഞാൻ കുറെ നോക്കിയതാ, പക്ഷെ പറ്റിയില്ല. എന്നെ കൊണ്ടൊന്നും ഇതിനൊന്നും പറ്റില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പൊന്നു പിങ്കി, ഈ വഴക്കിടുന്ന സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ റെഡിയാക്കണം. റീനു പറഞ്ഞതാ ശരി. ഈ പിങ്കിയോടാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. നിങ്ങളെക്കാളും ഒക്കെ നാണക്കേട് എനിക്കാ. എന്റെ പപ്പയും മമ്മിയും ആന്റിമാരൊക്കെ ഇവിടെയുണ്ട് കളി കാണാൻ. അവരെ മുന്നിലേക്ക് ഞാൻ നാണം കെട്ടുപോകും. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയെ കാണുന്നുള്ളൂ. ഇക്കടി ആടെ അവിടെ ഈ ആടിനെ കൊണ്ട് ഇതിന് കൊണ്ടുവരണ്ടില്ലേനും. എനക്കും ആ പൊന്ത് തട്ടുന്നത് കാണാൻ വിചാരിച്ചിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പൊക്കുമ്പോ എന്റെ നെളി ഉണ്ടല്ലോടി. നിക്കടിയോടാ. ആരത്? കദീസുമ്മയാണല്ലോ. ഇവരെ കൊണ്ടൊരു കളിയുണ്ട്. എനിക്ക് ഒരു ഐഡിയ കിട്ടി. ആ കദീസുമ്മനെ വെച്ചിട്ട് എന്താ ഐഡിയ ചെയ്യാനാ? ഓരോ മണ്ടത്തരത്തിൽ നിന്ന് ചാടല്ലേ. എന്തായാലും നിന്നെക്കാളും ബുദ്ധിയൊക്കെ എനിക്ക് എന്നടാ ഹൃത്തിക്കേ. എന്താ കാര്യം നിങ്ങൾ തെളിച്ച് പറ. കദീസുമ്മ എത്താടി പെണ്ണേ, നീ ഇങ്ങോട്ട് വാ. ആണെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഞാൻ എൻ്റെ അടുത്ത് കയറുന്നില്ല. എത്തിനെ ചിഹ്നം വിളിച്ചെടുത്തിയത് എന്റെ ആടത് പോണു. എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് വേണം. എത്തെൽപ്പ്? ഈ കളിയിൽ ബ്രസീൽ ഗ്യാങ് ജയിക്കണം. അത് നിങ്ങൾ നന്നായിട്ട് കളിച്ചണം. കളി കൂടല്ലാത്ത എന്റെ ടീമിലുള്ള ആൾക്കാരെ വെച്ച് കാണിച്ച് എത്ത് കാട്ടാനാ. ഇതിനാ നിങ്ങളുടെ സഹായം ചോദിച്ചേ. ഇനി 15 മിനിറ്റ് മാത്രമേ കളിയുള്ളൂ. അതിനിടയ്ക്ക് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അതിനിച്ച് കളിച്ചാൽ കൂടിയല്ലോ. പിന്നെ പത്താ നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തേ. കളിയുടെ ഇടയിൽ നിങ്ങൾക്ക് ബോൾ പാസ് ചെയ്യും. നിങ്ങൾ വേഗം ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഗോൾ അടിക്കണം. ഇങ്ങനെപ്പോ ശരിയാവുക? ഇതൊക്കെ ശരിയാവും. ഈ പിങ്കി വിചാരിച്ചാലേ അതിനപ്പുറം നടക്കും. അല്ല, അതുകൊണ്ട് പെച്ചത്ത ഉപകാരം. ഈ കളിയിൽ ജയിച്ചാലേ ഞങ്ങൾക്കൊരു വലിയ സംഖ്യ കിട്ടും. അത് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെയാണെങ്കിൽ ശരി. ഏത് പന്ത് എടുത്തിട്ടാണ് നമ്മൾ എറിഞ്ഞോളാം. ഏത് പന്ത് എടുത്ത് എറിയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി. കേട്ടല്ലോ? പോയി മണ്ടത്തരൊന്നും കാണിച്ചേക്കരുത്. അക്കാര്യം നമ്മൾ ഏറ്റു. ഗ്രൗണ്ടിൽ ഒരു ആട് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിയമനടപടികൾ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ ആടല്ലേ ആ ഗ്രൗണ്ടിലെ പുല്ലൊക്കെ തിന്നുന്നേ? അടച്ച റബ്ബേ, ആ പുല്ലിന്റെ പൈസ ഞാൻ കൊടുക്കേണ്ടി വരുന്നതോ? പണ്ടാരം പിടിച്ച ആടിനെ കൊണ്ട് വല്ലാത്തൊരു തൊന്തര തന്നെയാണോ? പിങ്കി, ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ നടക്കും. കദീസുമ്മയ്ക്ക് പൈസയോട് ഇച്ചിരി ആക്രാന്തമാ. അത് ഇതോടെ തീരും. നടന്നാ നിനക്ക് കൊള്ളാം. കദീസുമ്മ ഏച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു പായ ഒപ്പിക്കാതിരിക്കില്ല. നീ ഒന്ന് മിണ്ടാതിരിക്കടാ ഹൃത്തിക്കെ. ഈ പിങ്കിയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ കളി കണ്ടോ? എന്താ പിങ്കി, സെക്കൻഡ് റൗണ്ടിൽ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മേപ്പെട്ട് നോക്കി നിൽക്കുകയാണല്ലോ. അവന്റെ റബ്ബേ, ഈ പൊട്ടന്മാരെല്ലാം കൂടി എത്തിന ഒരു പന്തിന്റെ പിറകെ എങ്ങനെ ഓടുന്നത്? എല്ലാവർക്കും ഓരോ പന്ത് വെച്ചങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തൂടെ? അതെ ആന്റി, ഇതൊരു മത്സരമല്ലേ. ആ വലയിലേക്ക് പന്തടിച്ചാലേ ജയിക്കൂ. അവന്റെ റബ്ബേ, ആ വല കീറാനാ ഇത്ര കിടന്ന് ഇറങ്ങാറാവണ്ടേ? അതങ്ങോട്ട് കത്തിക്കെടുത്ത് കീറിയാ പോരാ. ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇടി ചിഞ്ചു, ആ പന്തിങ്ങോട്ട് തായോ. എന്റെ നെയ്മർ സ്റ്റൈല് കാണാനേ നീ നോക്കി നിന്നു. ഇയാൾ എന്തൊക്കെ തേങ്ങയായി വിളിച്ചു പറയുന്നേ? പൊസിഷൻ. എടാ അബു, ഈ പൊട്ടന്മാർക്ക് എന്താ വട്ടായോ? ഇവരെന്താ ഗ്രൗണ്ടിൽ നിന്നിട്ട് പാട്ട് പാടുന്നേ? ഇത് ഡിസ്ട്രാക്ഷൻ ടെക്നിക്കാണ് മോളെ. അവരെ നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നതാ. പണ്ട് പിങ്കി, നീ അവിടെ പാട്ടും പാടി ഇരുന്നോ? ഞങ്ങൾ ഇതേ ജയിക്കാൻ പോവാ.
എങ്ങനെ നീ അങ്ങനെ ജയിക്കും? ഇപ്പോഴേ ബോൾ ഞങ്ങളെ കയ്യിലാ. റീനു, ആ ബോൾ കദീസുമക്ക് പാസ് ചെയ്യേ. ഇടാൻ വാ, ബോൾ ഇന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. വേഗം ഗ്രൗണ്ടിൽ ഇറങ്ങി മണ്ടട്ടെ. മിസ്റ്റർ കദീസുമ, ആ ബോളിൽ തുടരുത്. ഫൗളെ, ഇന്റെ കുട്ടികളെ ജയിച്ചാനേ ഞാൻ എത്തുമാണെങ്കിലും കാട്ടും. ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആളിനെ ആരെങ്കിലും ദയവായി പിടിച്ചു കെട്ടുക, അല്ലെങ്കിൽ അത് ഗോൾ അടിക്കാൻ ഇടയുണ്ട്. എങ്കിൽ പ്രതീക്ഷിച്ച പോലെ കദീസുമ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബാക്കി കളി അവര് നോക്കിക്കോളും. ബല്ലിമ, നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിക്കളി, ഇതാകെ ഫൗളാവും. ഇതൊന്നും മുണ്ടാതിരിക്കുക ആമിന. ഞാനേ എന്റെ ബല്ലിപ്പാന്റെ കൂടെ പണ്ടേ പറമ്പിൽ കളിച്ചതാ. ഇതൊന്നും എനിക്കറിയില്ല. ജിന്നെ പറ്റി എത്ര വിചാരിച്ചിട്ടുണ്ട്. ബല്ലിപ്പാന്റെ കൂടെ തൊടുവിൽ കത്തളിച്ച മാതിരി അല്ലാതെ. കണ്ടില്ലേ ജെ, എല്ലാരും നമ്മളെ പ്രതീക്ഷിച്ചാ നിക്കണത്. അറ്റൻഷൻ പ്ലീസ്. ഗ്രൗണ്ടിലേക്ക് ഒരു പുതിയ താരം ഇറക്കിയിരിക്കുന്നു. ഇത് മെസ്സിയല്ല, നെയ്മർ അല്ല, ഇത് നമ്മുടെ സ്വന്തം കദീസുമ. കദീസുമയുടെ പന്തുകൊണ്ടുള്ള അരങ്ങേറ്റം കണ്ട് അർജന്റീനയും ബ്രസീലും ഒരുപോലെ വിറയ്ക്കുന്നുണ്ട്. തമ്പുരാനെ, ഈ ബല്ലിമ്മ ഈ കളി കോളാക്കുന്ന തോന്നുന്നത്. ഈ കദീസുമതി എവിടെ വന്നിക്കാണ് ഈ ചാടിയത്? എന്റെ റബ്ബെ, പുറത്തൊക്കെ നോക്കിയിട്ടൊന്ന് കൊടുത്താണ്ടല്ലോ. ഈ തള്ളനെ കൊണ്ട് എവിടെ ഒരു സ്വൈര്യമില്ലല്ലോ. അതാണ് നമ്മുടെ കദീസുമ ഗോളടിക്കാൻ പാഞ്ഞെടുക്കുന്നു. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. എന്താടി അവരിത് നമ്മുടെ പോസ്റ്റിന്റെ അടുത്തേക്ക് ഗോൾ അടിക്കാൻ പോകുന്നേ. ഇവരെന്തായി കാണിക്കുന്നേ? ഇവരിത് നമ്മുടെ പോസ്റ്റിൽ തന്നെ ഗോൾ അടിക്കാൻ പോകുന്നു. എന്റെ ദൈവമേ, എന്നാ പിടിച്ചോ ഗോള്. കദീസുമത് എന്ത് പണിയാ കാണിച്ചേ? അതാ കദീസുമ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. കദീസുമ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? നിങ്ങൾ ഞങ്ങളെ പോസ്റ്റിലല്ലേ പോയി ഗോൾ അടിച്ചേ? പിന്നെ നീ എന്താണ് വിചാരിച്ചേ? ഞാനേ ഇന്റെ കുട്ടികളെ തോൽപ്പിച്ചു കണ്ടേ അന്നെ ജയിപ്പിക്കേ, അതിന് തിരി പൊളിക്കും. അപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ ചതിച്ചതല്ലേ? റെഡി? പൊട്ടി